ടെസ്റ്റിനെ കുറിച്ച് വല്ല വിവരമുണ്ടോ? ഇവിടെ തരക സാറിന്റെ പാർട്ടി ഓഫീസിന്റെ അടുത്തൊരു പൊട്ടക്കിണറില്ലേ? ആ പൊട്ടക്കിണർ കരയിന്ന് ഒരു ചെരുപ്പ് കിട്ടിയിരുന്നു. നേതാവിന്റെ ചെരുപ്പോ? നേതാവിന് സംശയം. എനിക്കതാ ഫയർഫോഴ്സ് പോയിട്ടുണ്ട്. ബോഡി ഉടനെ കിട്ടും. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഒന്നുമില്ല. ഈ ക്ലീറ്റസിന്റെ ആണോന്ന് സംശയം. ഒരു ചെരുപ്പ് മറ്റേ ഈ പാർട്ടി ഓഫീസിന്റെ അവിടുത്തെ പൊട്ടക്കിണറിന്റെ പക്കത്തുനിന്ന് കിട്ടിയത്. ഒരു സംശയം. ചെരുപ്പ് കിട്ടി, പേടിക്കാനൊന്നുമില്ല. ഫയർഫോഴ്സ് പോയിട്ടുണ്ട്. ബോഡി ഉടനെ കിട്ടും. വെറുതെ പറയണം നീ. സംശയം മാത്രമേ ഉള്ളൂ. കനകനൊന്ന് വിളിച്ചു പറയണം. കനകൻ അറിഞ്ഞോ? ഇല്ല. തങ്കത്തിനോട് ഇതെങ്ങനെ പറയാ? നടരാജ, എന്താ ക്ലീറ്റോനെ കണ്ട? എവിടെയുണ്ട്? അല്ല, ഒരു സംശയം പറയാണ് നടരാജനെ. ഈ ക്ലീറ്റസിന്റെ ഒരു ചെരുപ്പ് പാർട്ടി ഓഫീസിന്റെ അവിടുത്തെ പൊട്ടക്കിണറിന്റെ പക്കത്ത് കിട്ടിയെന്ന് ഇങ്ങനെ ഒരു സംശയം പറയാ. അല്ല, ഇനി ക്ലീറ്റോ എങ്ങാനും കിണറ്റിലുണ്ടോന്ന് ഇവൻ വെറുതെ പറയണതാവും. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ. വെറുതെ ആയിരിക്കും ചേച്ചി. അല്ല, നടരാജന് വെറുതെ സംശയം തോന്നിയതായിരിക്കും. ആരോ കണ്ടത്? അമ്മാവനൊന്ന് പോയി അന്വേഷിച്ചേ. ഞാൻ ഒന്ന് പോയി അന്വേഷിക്കാം. ഞാൻ നീ ആ കനകനൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. വണ്ടി വരുന്നു. നീ ഇത് എവിടെ പോയി കിടക്കാറുണ്ടടാ? നേരം വിളിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കണേ. നീ ഇന്നലെ പോയതല്ലേ ഇവിടുന്ന്? നിന്നെ ഫോൺ വിളിച്ചിട്ട് നീ ഫോൺ എന്താ എടുക്കാത്ത? അതെന്താ സ്വിച്ച് ഓഫ് ആയി കിടക്കണേ? കുന്ത്രണ്ണ, ഇത് ചാർജർ കൊണ്ടല്ലോ ഞാൻ നടക്കണേ. ഇന്നലെ പകുതിക്ക് വെച്ച് എന്റെ കയ്യിൽ നിന്ന് ഓഫായി. അപ്പൊ നിന്റെ ഭാര്യയുടെ നമ്പർ എനിക്ക് കാണാണ്ടറിയില്ല. ആരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാറുന്നില്ലേ? ഞാൻ ഇന്നലെ മറ്റേ അൻസാറിന്റെ സൗകര്യയുടെ മോന് ഹെയർ ഡൈ വേണമെന്ന് പറഞ്ഞല്ലോ. അത് മേടിക്കാൻ പറ്റുന്ന പൈസയല്ലേ അവളെടുത്ത് അങ്ങ് കൊടുത്തത്. പിന്നെ അവിടെ പോയി കടം മേടിച്ച് അത് കൊടുത്ത് അതെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ കാണാം എൻ്റെ പഴയ ജിജി ഇല്ലേ നമ്മുടെ ലണ്ടനിൽ, അന്ന് തന്നെ അവൻ വന്ന് എന്നെ ക്ലിപ്പിട്ട് അങ്ങ് പിടിച്ചു. പിന്നെ നേരെ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ അവിടെ ഇരുത്തി. അവൻ പിന്നെ പഴയ കഥകളും പറഞ്ഞ് പാട്ടും പാടി കഴിച്ച് ഫുഡും കഴിച്ച് 2 എണ്ണം കഴിച്ചപ്പോൾ അവൻ എന്തോ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് അമ്മാവ. അത് കഴിച്ചിരുന്ന് അങ്ങ് ഉറങ്ങി വീണ്. പിന്നെ എനിക്ക് ഒരു ബോധമില്ല. അപ്പം നേരം വെളുത്ത് പോകാൻ കണ്ണു തുറന്ന് ഡ്രൈവറേയും വിട്ട് വണ്ടിയിൽ ഇത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. അതാണ് സംഭവിച്ചത്. ഇത് ചാർജ് തീർന്നു പോയതിന് എൻ്റെ കുഴപ്പമാണ്. എന്ത് ചെയ്യാൻ പറ്റും? എടാ, ഇത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ അവളുടെ നമ്പർ നിന്റെ കയ്യിലില്ലേ? നിനക്ക് വേറെ എന്തെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചൂടെ? അതിന് വേണ്ടിയുള്ള ഇവിടെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. എന്തുണ്ടായില്ല? നീ ഇന്നലെ എന്ത് പറഞ്ഞിട്ടാണ് പോയത്? നീ ഇന്നലെ അവളായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പോയി ചത്തുകളയെന്ന് പറഞ്ഞില്ലേ പോയി? എന്നിട്ട് ഇന്ന് ഈ നേരം വരെ കണ്ടില്ലെങ്കിൽ അവൾ എന്താ കരുതാ? വിഷമിച്ച് അവൾ കരഞ്ഞിരിക്കുകയായിരുന്നു. ആ നേരത്താണ് ഇപ്പം എൻ്റെ വരവ്. നിന്റെ ചെരുപ്പ് പാർട്ടി ഓഫീസിന്റെ പൊട്ടക്കിണറിന്റെ വക്കത്ത് നിന്ന് കിട്ടി. നിന്റെ ബോഡി അതിലുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് പോയിന്ന്. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെ സമാധാനം ഉണ്ടാവുക? എടാ, ഇതുപോലത്തെ ചെരുപ്പ് എനിക്ക് മാത്രമേ ഉള്ളൂടാ ഈ ദുനിയാവില്. വേറെ ആർക്കും ഇല്ലടാ പുല്ലേ. ഞാൻ നേതാവിന് മാത്രം ചെരുപ്പ് കണ്ടിട്ടുള്ളൂ. എന്നാ വായി നോക്കി ഇപ്പൊ കണ്ടല്ല. എനിക്ക് മാത്രമല്ല ഇതുപോലത്തെ ചെരുപ്പ് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്നുള്ളത്. ഇഷ്ടം തന്നെ ദുരന്തമേ. അതെ, പിന്നെ എവിടെ വാക്കും കേട്ടിട്ട് ഞാനങ്ങ് ചാവാൻ പോയല്ലേ. പേടിച്ചാ നീ വേണോടി? എങ്കിൽ നീ പേടിക്കണം. കർത്താവായിട്ട് നിന്നെ പേടിപ്പിച്ച്.